ഇപ്പം ലജ്ജാവതിയെ ഇറങ്ങിയ കാലത്ത് കേരളം മുഴുവൻ ഏറ്റുപാടിയ ഒരു പാട്ടാണ്. ഇന്നും ആ പാട്ടിനോട് എനിക്ക് വിയോജിപ്പുള്ള ഒരാളാണ്. പക്ഷെ ഞങ്ങള് തിയേറ്ററിൽ ഡാൻസ് കളിച്ച പാട്ടാണ്. അക്കിത്തിക്കുത്താന അസ്ഥിക്കുള്ളിൽ നീയ, ഇഷ്ടം കൂടാൻ വാവ ക്യൂട്ടി പെണ്ണെ. സാമാന്യമായി ചിന്തിക്കുന്ന ഒരു ജനതയ്ക്കും ഇതിനോട് യോജിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ എന്നുള്ളൊരു പാട്ടിനകത്ത് അപ്പൊ നന്മകനെ എന്ന് പറയുന്നത് നമ്മുടെ വാക്കല്ല. പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ഇറക്കുന്നത്. ഇത് എത്ര കാലം നിൽക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കും. ഇതിൻ്റെ ആയുസ്. ആ പാട്ട് ഇപ്പം കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? അതേസമയം നമ്മൾ 1954 ഇറങ്ങിയ നീലക്കുയിലിലെ പാട്ടുകൾ ഇന്നും കേൾക്കുന്നു. മത്സരങ്ങളിൽ കുട്ടികൾ പാടുന്നു. നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്ന് പറയാണ്. ചുമ്മാ ഒരുമാതിരി വാക്കുകളുടെ നിരത്തലാണ്. അതായത് പദാവലി ഒരിക്കലും കവിതയോ ഗാനമോ ആകുന്നില്ല. കുമാരനാശാൻ്റെയും ചങ്ങമ്പുഴയുടെയും വള്ളത്തോളിൻ്റെയും പിന്നീട് വൈലോപ്പിള്ളിയുടെയും കവിതകൾ കേട്ട് വളർന്നതാണ് നമ്മുടെ കേരളം, കേരളത്തിൻ്റെ സംസ്കാരം. ഇത്തരം പൊട്ടയായ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഞാൻ ഗന്ധർവമല്ലേ പാലപ്പൂവേ നിൻ തിരുമംഗല്യ താലി തരുമെന്ന് കൈതപ്ര എഴുതി. അപ്പോൾ എനിക്കത് തിരുമംഗല്യത്താലി ഒരു താലി തരുമെന്നാണ് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. തിരുമംഗല്യത്താലി എന്ന് പറയുമ്പോൾ വേറൊരു പെണ്ണിൻ്റെ കെട്ടുതാലിയാണ്. അവിടെയാണ് ആ തെറ്റ്. ഒരു പെണ്ണിൻ്റെ കെട്ടുതാലി ആവശ്യപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം അവളുടെ ഭർത്താവിനെ ആവശ്യപ്പെടുന്നതിന് തുല്യമല്ലേ. അറ്റാക്ക് അറ്റാക്ക് ടാക്ക് 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 ഹാർട്ട് അറ്റാക്ക് എന്നാണ് ഒരു പാട്ടിൻ്റെ വരി. മനസ്സിലായില്ലേ? ടാക്ക് ടാക്ക് എന്നൊക്കെയാണ്. പിന്നെ വേറൊരു പാട്ട് ബേബി 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 ആഹാ പാവി പാവി തോന്നിയാവാസം. ഇതാണ് ഇതിങ്ങനെ സഹിക്കും. വിമർശനത്തിന് പോലും അർഹമല്ല എന്നുള്ളതാണ്. ചലച്ചിത്ര ഗാന നിരൂപകൻ TP ശാസ്തമംഗലം സാറാണ് നമുക്കിപ്പോൾ. നമസ്കാരം സാർ. നമസ്കാരം സാർ. M കൃഷ്ണൻ നായർ സാറിൻ്റെ സാഹിത്യ വാരഫലത്തിനകത്ത് ഒരു വിമർശനം നേരിടാൻ തന്നെ ഒരു യോഗ്യത ആയിട്ട്, ഇല്ലെങ്കിൽ അതിനകത്തൊരു വിമർശനം നേരിടുന്നത് ഒരു യോഗ്യതയായിരുന്നു കരുതിയിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ കൃഷ്ണൻ നായർ സാറിൻ്റെ അനന്തരവൻ പാട്ട് നിരൂപണം നടത്തിയപ്പോൾ പലർക്കും പൊള്ളുകയാണ് ശരിക്കും ചെയ്തിട്ടുള്ളത്. ആസ്വാദനത്തിനപ്പുറത്തേക്ക് അതൊരു വിമർശനമായിട്ട് കണ്ട്, ഇല്ലെങ്കിൽ ഒരു സാധാരണ ഒരു നിരൂപണത്തെ വായിക്കുന്ന അർത്ഥത്തിലല്ല പലപ്പോഴും വായിച്ചത്. അത് വിമർശനങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊന്നും ഒരിക്കലും പിന്നോട്ട് പോയില്ല. ഇപ്പോഴും അത് തുടരാൻ ഉള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഈ അടുത്ത് വീണ്ടും വിനായക് ശശികുമാറിൻ്റെ ഒരു പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും സാറ് വാർത്തയിലേക്ക് വന്നിരുന്നു. അപ്പോൾ നിരൂപണത്തെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾക്ക് വായിക്കാൻ കഴിയാത്തതാണോ, അതേ സാറിൻ്റെ പറച്ചിൽ കുറച്ച് അധികമായി പോയതുകൊണ്ടാണോ? രണ്ടുമല്ല. കാരണം നിരൂപണം എപ്പോഴും ഉണ്ടല്ലോ, എക്കാലത്തും ഉണ്ടല്ലോ. കാരണം പഴയ കാലത്തും ഉണ്ട്, എക്കാലത്തും ഉണ്ട്. പക്ഷേ ഈ ചലച്ചിത്രഗാന നിരൂപണം ഒരുപക്ഷെ എന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. മറ്റുള്ള സാഹിത്യം പോലെയല്ല. ചലച്ചിത്രഗാനം എല്ലാവരും കേൾക്കുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്. നമ്മൾ കേൾക്കാൻ വിധിക്കപ്പെടുകയാണല്ലോ ചലച്ചിത്രഗാനം. ഇപ്പോഴത്തെ സ്ഥിതിയല്ല ഞാൻ പറയുന്നത്, പഴയ കാലത്ത്. അപ്പോൾ അതിലൂടെ വരുന്ന തെറ്റുകൾ സ്വാഭാവികമായിട്ടും ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കും. അപ്പോൾ വരുന്ന തലമുറയെ ഇത് വഴിതെറ്റിക്കാനും ഇടയുണ്ട്. മോശമായ ഒരു പ്രയോഗം അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്ത ഒരു പ്രയോഗം വരുന്ന തലമുറ അത് ശരിയാണെന്ന് ധരിക്കും. അപ്പോൾ അതിനെതിരെയാണ് വാസ്തവത്തിൽ ഞാൻ എഴുതുന്നത്. അപ്പോൾ അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ച ധാരാളം പേരുണ്ട്. പക്ഷേ അവരെല്ലാവരും പിൽക്കാലത്ത് എൻ്റെ സുഹൃത്തുക്കളായി, വളരെ അടുത്ത സുഹൃത്തുക്കളായി. പിന്നെ അവർക്ക് അതിൻ്റെ ആ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് അവരെടുത്തിട്ടുള്ളത്. ഈ പാട്ടിൻ്റെ ഒരു ആസ്വാദനവും കൂടിയാണ് ഇത് ഉറപ്പ്. അതെ അതെ. ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് മുന്നോട്ട് പോയി പാട്ടിനെ കുറച്ചുകൂടെ ആഴത്തിൽ അറിയാൻ കഴിയുന്നതാണ് ഒരു ഗാന നിരൂപണം എന്ന് പറയുന്നത്. ആ തരത്തിൽ തന്നെയല്ലേ നമ്മൾ വായിക്കേണ്ടത് അതിനെ? തീർച്ചയായിട്ടും. കാരണം ഗാന നിരൂപണം എന്നല്ല, ഗാന ആസ്വാദനം എന്നുള്ള തലത്തിലാണ് ഞാൻ എപ്പോഴും എഴുതുന്നത്. നിരൂപകൻ എന്നുള്ള വാക്ക് ഞാൻ പ്രയോഗിക്കാറില്ല, അത് മറ്റുള്ളവരാണ് പ്രയോഗിക്കുന്നത്. വാസ്തവത്തിൽ ഗാനാസ്വാദകൻ, അതായത് ഇപ്പോൾ 10,000 പേര് കേൾക്കുന്നെങ്കിൽ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന രീതിയിലാണ് ഞാൻ എഴുതുന്നതും പറയുന്നതും. അപ്പോൾ അതിനകത്ത് കല്ലും നെല്ലും വേർതിരിക്കുക എന്നുള്ളൊരു സ്വഭാവം അതിനകത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും. അതാണ് പിന്നെ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. പിന്നെ അതിനകത്ത് ഞാൻ ഭാഷ പഠിച്ചത് കൊണ്ടാവണം ഭാഷാപരമായ തെറ്റായ പ്രയോഗങ്ങൾ, വ്യാകരണ പിശകുകൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ചൂണ്ടിക്കാണിക്കും. അത് ആണോ നിരൂപണം എന്ന് ചോദിച്ചാൽ അല്ല, അതും അതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം തെറ്റായ ഒരു പ്രയോഗം ഒരാൾ നടത്തിയാൽ അതും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം സാറിൻ്റെ കാവ്യഗീതിക എനിക്ക് തോന്നുന്നു 3ാമത്തെ പതിപ്പ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതെ. അപ്പം ഇത് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടൊരു പുസ്തകമാണ്. ഇതിനകത്തിപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവരെയും, പുതിയ തലമുറയിൽപ്പെട്ട റഫീഖ് അഹമ്മദ് സാറിനെ ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ചിട്ടുണ്ട്. ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ പല ആസ്പെക്ട്സിൽ പാട്ടുകളെക്കുറിച്ച് കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഭാസ്കര മാഷിൻ്റെ പാട്ടായിക്കോട്ടെ,
ഇല്ലെങ്കിൽ നമ്മൾ വയലാറിൻ്റെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇഷ്ടം വയലാറിനെയും ഭാസ്കര മാഷിനെയൊക്കെയാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. അവരുടെ ഒരു പാട്ടിനെ കുറിച്ച് എപ്പോഴും വാചാലനാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതേക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്ക് പുതിയ കാലത്തിലേക്ക് വരാം. അതെ അതെ അതെ. അല്ല, ഞാൻ പിന്നെ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോഴായിരുന്നാലും കലാലയത്തിൽ പഠിക്കുമ്പോഴായിരുന്നാലും ഈ പാട്ട് എനിക്ക് അന്ന് മുതൽ വളരെ ഇഷ്ടപ്പെട്ട ഒരിതാണ്. ഞാൻ ഐച്ഛിക വിഷയമായിട്ട് മലയാള ഭാഷയും സാഹിത്യവും പഠിച്ച ആളുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നെ ഗാനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു അന്ന് റേഡിയോയിലൊക്കെ വളരെ കുറച്ച് ഗാനങ്ങളെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളായിരുന്നു. എങ്കിലും ആ കേൾക്കുന്ന ഗാനം കേട്ട് കേട്ട് തന്നെ നമ്മുടെ വരികൾ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മലയാളം എടുത്തത് കൊണ്ട് തന്നെ പല കവിതകളും പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം നിൽക്കാവുന്ന ഗാനങ്ങൾ എഴുതിയത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ വയലാറിനോടും ഭാസ്കരൻ മാഷിനോടും ONV സാറിനോടും ഒക്കെ എനിക്ക് ഒരു അല്ലാത്ത അടുപ്പം തോന്നിയത്. അതാണ് എൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് ഈ മോശമായ പാട്ടുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും നല്ല പാട്ടുകളുടെ നല്ല അംശം, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഒരുപക്ഷെ വിമർശിച്ചിട്ടുള്ളത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം കാണുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ല പാട്ടുകളെ, സൂര്യകിരീടം വീണുറഞ്ഞു, രാവിൻ തിരുവടങ്ങിൽ എന്ന് പറയുന്ന ആ പാട്ട്, അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികിടന്നെത്തിയ പദനിസ്വരം എന്ന പാട്ട്, അതൊക്കെ നല്ലതെന്ന് എഴുതിയിട്ടുണ്ട്. ഇന്നലെ എൻ്റെ നെഞ്ചിലെ മൺവിളക്കൊതിയിലെ എന്ന ബാലേട്ടല്ല പാട്ട്, അതൊക്കെ എന്നെ സ്പർശിക്കുമ്പോൾ അത് നല്ലതെന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത്. അടുത്ത കാലത്ത് വിമർശിച്ചതാണ് ഹേബനാനെ ഒരു പൂതരാമോ എന്നുള്ള വിനായക ശശികുമാറിന്റെ പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ പ്രസംഗത്തിൽ ഉപയോഗിച്ച ഭാഷ എനിക്ക് എതിർപ്പുണ്ടാക്കിയ ഒരു ഭാഷയാണ്. ഒരു ടങ് സ്ലിപ്പായിട്ട് കരുതാവുന്നതാണ് ആ ഒരു. തീർച്ചയായിട്ടും അത് നാക്കുപിഴ തന്നെയാണ്. കാരണം അത് ഈ സംസാരിച്ച കൂട്ടത്തിൽ അത് വിമൻസ് കോളേജിൽ വെച്ചാണ് സംസാരിക്കുന്നത്. വിമൻസ് കോളേജിലെ ഒരു വേദിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഒരുപാട് കുട്ടികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു നമുക്കങ്ങനെ വരുമല്ലോ, ഒരു സ്പിരിറ്റിൽ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ മാറി, അങ്ങനെ സംഭവിച്ചതാണ്. അത് പക്ഷേ അതിൻ്റെ ഒരു മെറിറ്റിനെ നഷ്ടപ്പെടുത്തിയതുപോലെ തോന്നി. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് വിമർശനമായിട്ട് നമുക്ക് കാണാനും ഒക്കെ കഴിയുമായിരുന്നു എന്ന് ഞാനും വിനായകനും ഒക്കെ സംസാരിക്കുന്ന സമയത്തും അത് സംസാരിച്ചിരുന്നു. ആ ടങ് സ്ലിപ്പ് വന്നതുകൊണ്ടാണ് വിനായകനും അതിനകത്ത് ക്രിയാത്മകമായി പ്രതികരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും തള്ളിക്കളയുകയും ചെയ്തത്. അതർവൈസ് ഇപ്പോൾ പാട്ടുകൾ, ഈ കാലഘട്ടത്തിലെ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ശരിക്കിപ്പോൾ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ എന്നുള്ളൊരു പാട്ടിനകത്ത് ഇപ്പം നന്മകനെ എന്ന് പറയുന്നത് നമ്മുടെ വാക്കല്ല, പക്ഷെ ഒരു നമ്മുടെ വാക്കിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു വാക്ക്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിലേക്ക് കിട്ടുമായിരുന്ന ഒരു വാക്ക് കൂടിയാണിത്. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ മലയാളത്തെ കുറച്ചുകൂടെ സമ്പന്നമാക്കില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പ്രേമചകോരി എന്ന് ഭാസ്കരൻ മാഷ് പ്രയോഗിച്ചപ്പോൾ അന്ന് വരെ മലയാളികൾ കേട്ടിട്ടില്ല. പ്രേമചകോരി ഇപ്പം അടുത്ത കാലത്ത് അന്തരിച്ച ജയചന്ദ്രൻ്റെ പ്രഥമ ഗാനം എന്ന് നമ്മളെല്ലാവരും പറയുന്ന, മാത്രമല്ല അദ്ദേഹം പാടിയത് ആ പാട്ടല്ല, പ്രഥമമായിട്ട് പാടിയത് ആ പാട്ടല്ല, കുഞ്ഞാലി മരക്കാറുള്ള പാട്ടാണ്. പക്ഷേ പുറത്തിറങ്ങിയത് കളിത്തോഴനാണ്, നമുക്കറിയാം. അതിലെ പ്രേമചകോരി എന്ന് പറയുന്ന പ്രയോഗം അന്ന് വരെ നമ്മൾ മലയാളികൾ കേട്ടിട്ടില്ല. വയലാറ് സുപ്രഭാതം എന്നെഴുതുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നെ കലാലയത്തിൽ പഠിപ്പിച്ച അധ്യാപകൻ, ഞങ്ങൾ സെക്കൻഡ് ലാംഗ്വേജിന് ഒരുമിച്ച് 160ഓളം കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ വന്ന അധ്യാപകൻ പറഞ്ഞു, ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് പണിതിരാത്ത വീട്, അത് നിങ്ങളെല്ലാം പോയി കാണണം. അതിൽ തുടക്കം തന്നെ സുപ്രഭാതം എന്ന് തുടങ്ങുന്ന ഒരു പാട്ടോട് കൂടിയാണ് എന്ന് പറഞ്ഞു. ശരിയുമാണ്. അപ്പോൾ അന്ന് അധ്യാപകൻ പറഞ്ഞത് നമ്മളെല്ലാവരും എന്നും നിങ്ങൾ എന്നെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും, പക്ഷേ ഇതുവരെ നമുക്കൊരു മലയാളം ഇല്ലായിരുന്നു. ഇതാ വയലാറിൻ്റെതായ ഒരു മലയാള പ്രയോഗം സുപ്രഭാതം. അതിനുശേഷമാണ് നമ്മൾ ഈ ഫേസ്ബുക്കിലുമൊക്കെ ഇപ്പോൾ സുപ്രഭാതം എന്നൊക്കെ പറയുന്നത്. അത്